നമുക്ക് മുട്ട വെച്ച് നല്ലൊരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ കുട്ടികളെല്ലാം വൈകുന്നേരങ്ങളിൽ വിശക്കുമെന്ന് പറഞ്ഞ സമയത്ത് നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. സംഭവം നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ സിമ്പിളുമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിന് 2 മുട്ടയാണ് വേണ്ടത്. അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് പിന്നെ അതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട്, കട്ടകളെല്ലാം ഉടച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളൊരു കല്ല് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ മിക്സിൽ നിന്ന് കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. നമ്മളൊരു ദോശയിലാക്കിയിട്ട് റൗണ്ടായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗം ഇതുപോലെ ആയിക്കഴിയുമ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗത്ത് നമ്മൾ മിക്സിയിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തുനിന്ന് തിരിച്ച് അപ്പുറത്തേക്ക് ആക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ഇതാക്കിയെടുക്കാം. ആ ഭാഗത്ത് ഒഴിക്കാം, എന്നിട്ട് ഈ ഭാഗത്ത് തിരിച്ച് അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മളിങ്ങനെ തിരിച്ച് മറിച്ച് ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണേ. സംഭവം ഭയങ്കര സിമ്പിളാണ്. വെറും 2 മിനിറ്റ് കൊണ്ടല്ലേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നില്ലേ. അപ്പോൾ ഇതെല്ലാം 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവം. ആകെ ഒരു മുട്ടയും പഞ്ചസാരയും ഏലയ്ക്കും മൈദയെല്ലാം മിക്സ് ചെയ്യുന്ന ആ ഒരു ടൈമേ ഉള്ളൂ. ബാക്കി ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, ഇതുപോലെ ലെയറായിട്ടെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.